കേരള രജിസ്റ്റേർഡ് നമ്പർ പ്ലേറ്റുള്ള വണ്ടി കാണുമ്പോഴേ ഞാൻ നാട്ടിലാണെന്ന് വിചാരിക്കണ്ട, ഞാൻ ഇമാറാത്തിൽ തന്നെയാണ്, ദുബായിലെ ഈ മരുഭൂമിയിലുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ കേരള രജിസ്റ്റേർഡ്, അതായത് ഗുരുവായൂർ രജിസ്റ്റേർഡ് നമ്മുടെ CBR 8 ഹോണ്ട CBR 150R, ഓക്കെ, ഇതുമായിട്ട് നമ്മുടെ സ്വന്തം ചങ്ക് വിഷ്ണുവാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയുള്ളത്. ഇത് സാധാരണ നാട്ടിൽ ടാക്സിയൊക്കെ ഓടിച്ച് നടന്നിരുന്ന വിഷ്ണുവാണ്. അല്ലാതെ വലിയ ലെവലിൽ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല, ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് മാത്രം നടന്ന ഒരു സാധാരണ റൈഡറാണ്. അപ്പോൾ വെൽക്കം ടു UAE. താങ്ക് യു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ ഒരുപാട് വേൾഡ് ടൂറിന് വേണ്ടിയിട്ടാണ് ഈ ബൈക്കായിട്ട് ഇറങ്ങിയതെന്ന് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ദുബായ് അല്ലേ? അതെ, ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഞാൻ ആക്ച്വലി റൈഡ് ചെയ്ത് വരാനുള്ള ഒരു പ്ലാനായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ നിന്ന്. പക്ഷേ ചൈനയുടെ ബോർഡർ കുറച്ച് സീനായതുകൊണ്ട് നമുക്ക് റൈഡ് ചെയ്ത് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ജബലലി പോർട്ടിലേക്ക് ഇവിടേക്ക് ഷിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് കാർനെറ്റ് യൂസ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്? അതെ, കാർനെറ്റ് യൂസ് ചെയ്തിട്ടാണ്. കാർനെറ്റിലേക്ക് നമുക്ക് വേറൊരു അതർ കൺട്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഏത് വണ്ടിക്കും അതർ കൺട്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കാർനെറ്റ് വേണം, ഏത് വണ്ടിക്കും. അപ്പോൾ നമുക്ക് കാർനെറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തത് വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ബോംബെയിൽ ഉള്ളൊരു ഇതെന്നാണ് അവർ ചെയ്തത്, നമ്മുടെ ഇന്ത്യയിൽ കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ഇതിനെ അവർ തന്നെ നമുക്ക് ഇൻ്റർനാഷണലി ഇൻഷുറൻസും പിന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ലൈസൻസും എല്ലാതും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ ഓൺലൈനായിട്ടാണ് നമ്മൾ ഇൻ്റർനാഷണൽ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തത്. പിന്നെയെന്ന് പറയാനുള്ളത്, വണ്ടി പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10 പേജ്, 5 പേജ്, പിന്നെ 45 പേജ്, അങ്ങനെ പേജുകളായിട്ടുള്ള കാർണറ്റ് പേപ്പറാണ് നമുക്ക്. നമ്മളെ പാസ്പോർട്ട് മാതിരി ഇതിനും പേജസ് ഉണ്ട്. വണ്ടിക്ക്, അതായത് ഇപ്പോൾ നമുക്ക് എങ്ങനെ പാസ്പോർട്ട്, അതേപോലെയാണ് വണ്ടിക്കുള്ളൊരു പാസ്പോർട്ട് എന്ന് പറയാം. അങ്ങനെയാണ് നമ്മുടെ കാർനെറ്റ് പേപ്പർ. അല്ല, ഈ പേജസിൻ്റെ ഇതൊരു പുതിയ അറിവാണ്. കാർനെറ്റിനെ കുറിച്ച് കുറേ ചെക്ക് ചെയ്തിട്ടുണ്ട് ആഗ്രഹം കൊണ്ട്, പക്ഷേ ഇത്ര പേജസ് ഉള്ളതെന്നുള്ള ആദ്യമായിട്ട് അറിയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാർനെറ്റ് ഈ പേപ്പർ കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ആ പേയ്മെൻറ്റും കാര്യങ്ങളും റേറ്റും വ്യത്യാസം ഉണ്ടാവും. പിന്നെ സെക്യൂരിറ്റി കൊടുക്കുന്നതും നമ്മൾ എന്തായാലും വണ്ടിയുടെ എത്ര 25% നമ്മൾ കാർനെറ്റിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെക്കണം. അതെ. പിന്നെ നിങ്ങൾ ഇന്റർനാഷണൽ ലൈസൻസ് ഒക്കെ എങ്ങനെ ഇത് ഓൺലൈനിൽ കൂടിയാണോ? ഇന്റർനാഷണൽ ലൈസൻസ് ഞാൻ ഓൺലൈനായിട്ട് എടുത്തത്. അത് ഇന്റർനാഷണൽ ഓട്ടോമൊബൈൽ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റിൽ നിന്നാണ്, നമ്മൾ അമേരിക്കൻ ബേസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് അത്. അപ്പോൾ അവരാണ് നമുക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ഒക്കെ ഇഷ്യൂ ചെയ്തത്. പിന്നെ നമ്മൾ ഇന്റർനാഷണൽ ലൈസൻസ് വെച്ച് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് വിസയിലെ ഇന്റർനാഷണൽ ലൈസൻസ് വാലിഡ് ഉള്ളൂ. അതെ. പിന്നെ ഇന്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഒന്നുകിൽ ബ്ലഡ് റിലേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ റെന്റ് വണ്ടി. ഇതിലേതെങ്കിലും നമുക്ക് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ഓടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ കാർനെറ്റിൽ നമ്മൾ വണ്ടി നമ്മുടെ സ്വന്തം വണ്ടി ആയിരിക്കണം ഓടിക്കണം. ഇപ്പോൾ നിങ്ങൾ ദുബായിലുള്ളത്. അതെ. ഇനി എന്താണ് ഇവിടെ അടുത്ത പ്ലാനുകളൊക്കെ? നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി വന്നിട്ട് മെയിൽ വന്നുള്ളതാണ്. ഞാൻ ഈ ഒരു മാസത്തിനുള്ളിൽ, അതായത് ചൂട് തുടങ്ങണേക്കാട്ടും മുന്നേ GCC കിടക്കണം എന്നായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ ഷിപ്മെന്റ് ഓൾറെഡി ഷിപ്പ് ചെയ്ത് കിട്ടാൻ ലേറ്റ് ആയി. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ 2 ദിവസം മുന്നേ നമുക്ക് ഷിപ്മെന്റ് കിട്ടിയത്. അപ്പോൾ അതിനുശേഷമാണ് വണ്ടി ഇറക്കിയത്. അപ്പോൾ എന്തായാലും ഒരു മാസം നമുക്കിവിടെ ദുബായ് എക്സ്പ്ലോർ ചെയ്യാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് സൗദിയിൽ നിന്ന് ഇറാഖിൽ നിന്ന് തുർക്കിയിൽ നിന്ന് ജോർജിയ, പിന്നെ അവിടുന്ന് റഷ്യ. അതാണ് പ്ലാൻ. അല്ലെങ്കിൽ പിന്നെ തുർക്കിയിൽ നിന്ന് ഷിപ്പ് ചെയ്തിട്ട്
റഷ്യയിൽ പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഏകദേശം എത്ര മാസമാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? മാസം റൈഡ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഡെസ്റ്റിനേഷനാണ്. അതെ, റൈഡാണ് മുഖ്യം. അതെ. ഇതാണ് നിങ്ങളെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് അല്ലേ? അതെ അതെ, വി ജി റൈഡർ എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ട്രാവലിലുള്ള അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഈ ഐഡികൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ആയാലും ഇൻസ്റ്റ ആയാലും ഓക്കെ, മാക്സിമം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടാണ് വേണ്ടത്. ഈ ഹോണ്ട CBR ആണോ നിങ്ങളെ ഫസ്റ്റത്തെ റൈഡ്? ഫസ്റ്റത്തെ റൈഡ്, അതായത് നമ്മുടെ ഒരു സെന്റിമെന്റലി അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റും, അതായത് ഒരു ബ്രദറിനെ പോലുള്ള ഒരു വണ്ടിയാണ്. അത്ര ഒരു കെയർ ആയിട്ട് ഈ വണ്ടി ഒരുപാട് റൈഡുകൾ വേറെ പോയിട്ടുണ്ടോ? എനിക്ക് പിന്നെ ഏത് ടെറൈനിലായാലും ഈ വണ്ടി കൊണ്ടുപോകാൻ ഒരു കംഫർട്ടബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി തന്നെ ചൂസ് ചെയ്തത്. പിന്നെ വെച്ചാൽ നമ്മൾ ഓൾ ഇന്ത്യ റൈഡ് ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ ലഡാക്ക് പോയിട്ടുണ്ട്, അങ്ങനെ സൗത്ത് ഇന്ത്യൻ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും ടെറൈനിൽ കൂടി എനിക്ക് ഈ വണ്ടി വണ്ടി കൊണ്ടാണ് പോയത്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വണ്ടി ഇത്ര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി ദുബായിലേക്ക് എത്തിച്ചതും. അപ്പോൾ ഈ വണ്ടിയുടെ മുകളിൽ തന്നെ യാത്ര തുടരാമെന്ന് തീരുമാനിച്ചു. തീർച്ചയായും വണ്ടി നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ വളരെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. UAE പ്രമുഖ റൈഡിംഗ് കമ്മ്യൂണിറ്റിയായ മല്ലു റൈഡേഴ്സ് ദുബായ് എന്ന റൈഡിംഗ് ഗ്രൂപ്പ് വിഷ്ണുവിന് ദുബായിൽ ഒരു ഗംഭീര സ്വീകരണം തന്നെയാണ് നൽകിയത്.